ഇതുവരെയുള്ള ടോട്ടൽ ബില്ല് എത്രയെന്ന് വെച്ചാ അതല്ലേ അവിടെ കളക്ട് ചെയ്ത് തരണം. ശരി തരാം, എന്റെ കയ്യിലുണ്ട്. അച്ഛാ അമ്മയെ കണ്ടോ? കണ്ടു. അച്ഛൻ കാണുന്നില്ലേ? ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കയറുക. മോൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ? ചികിത്സാ പിഴവ്, ഡോക്ടർമാരുടെ അശ്രദ്ധ, നഴ്സുമാരുടെ അവഗണന, ബൈസ്റ്റാൻഡർമാരുടെ അനാസ്ഥ, എന്തെങ്കിലും? അതിനേക്കാളും വലുത് സഹിച്ചുകൊണ്ട് കിടക്കുന്ന എനിക്ക് ഇത് വല്ലതും പ്രശ്നമാണോ? ഒരു പ്രശ്നമില്ല, നിനക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടോ? എല്ലാം ബഹുകേമം. ഈ ബഹു എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം, താടിയിൽ ഒരു പോവും. പരിഹസിക്കുകയാണോ? അപകടം ആർക്കും സംഭവിക്കാം. ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. ആ, അതൊക്കെ സാധാരണ അപകടങ്ങൾ. ഇത് എക്സ്ട്രാ സ്പെഷ്യൽ അല്ലേ? വേഗം സുഖമായിട്ട് വാ, നമുക്ക് അടുത്ത അംഗം കുറിക്കണ്ടേ? എനിക്ക് അംഗം കുറിക്കാൻ ഈ ബെഡിൽ നിന്ന് എഴുന്നേക്കണമെന്നില്ല. ഇവിടെ കിടന്നുകൊണ്ടും എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണോ ഇവിടെ കിടന്നുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോ മനസ്സിലായിക്കോളും. ഓ, അത് കൊള്ളാലോ, നല്ല സ്പീഡാണല്ലോ. പക്ഷേ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി ഈ വക്കീലന്മാര് കൈവെളിയിൽ വെച്ചുണ്ടാക്കുന്ന സാധനമല്ല. എന്നാ പിടിച്ചോന്ന് പറഞ്ഞെങ്കിൽ ശരിയാക്കി തരാം. അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അറിയാം, ഞാൻ കിണറ്റിലെ തവളയൊന്നുമല്ല. ഡിവോഴ്സ് വാങ്ങിച്ചോണ്ട് നീ ഇങ്ങോട്ട് പോകും? എനിക്ക് എങ്ങോട്ട് പോകാൻ വയ്യാത്ത ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് മാറും, എന്റെ മക്കളെയും വിളിച്ചോണ്ട്. നിനക്ക് മക്കൾ എത്രയുണ്ടെന്ന് അറിയോ? മനസ്സിലായില്ല. നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്നാ ചോദിച്ചത്, മനസ്സിലായില്ല? നിങ്ങൾക്കറിയില്ലേ ഞാൻ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന്? എനിക്കറിയാം, നിനക്കറിയാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അത് കല്യാണത്തിന് ശേഷം. അതിന് മുമ്പ് എത്രണ്ണത്തിനെ പ്രസവിച്ചു? അനാവശ്യം പറയുന്നത്. കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചതേ ബാലേന്ദ്രൻ മറ്റവളാ. എന്റെ മറ്റവിടെ പ്രസവിച്ചതിനെ ഞാൻ ഏറ്റെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നടത്തിയിട്ടു. കല്യാണത്തിന് മുമ്പത്തെ നിനക്ക് അങ്ങനെ വല്ല ഉണ്ടാക്കി വിളിച്ചോണ്ട് വാ. അങ്ങനെയാകുമ്പോ കണക്ക് ടാലിയാവും, പഴക്കം തീരും. ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, വെറുതെ ചോദിച്ചു. വക്കീൽ നോട്ടീസ് വരുമ്പോ അത് ഒപ്പിട്ട് വാങ്ങാനുള്ള മര്യാദ കാണിച്ചേക്കണം. ഈയിടെയായിട്ട് മര്യാദ ഇച്ചിരി കുറവാണ്, എന്നാലും ഒപ്പിട്ട് വാങ്ങിച്ചോളാം. എന്നാ പിന്നെ ഞാനങ്ങ് പോകട്ടെ. ഇറങ്ങുന്നില്ലേ? രോഹി, നിങ്ങൾ ചെന്ന് അച്ഛനോട് സംസാരിക്കും. ഞങ്ങള് സംസാരിച്ചോളാം, നിങ്ങൾ ഇറങ്ങും. നിനക്കല്ലായിരുന്നു നിർത്തണം, ഇങ്ങോട്ട് തിരിച്ചു വരണം. രോഹി, ആരോട് ചോദിക്കാനും പറയാനും നിൽക്കണ്ട, നേരെ റൂമിലോട്ട് കയറി പോയിക്കോണം. ബാലേന്ദ്രനില്ലേ? ഇല്ല. പേടിക്കണ്ട, വഴക്കിന് വന്നല്ല. ഭവേദി രോഹി വന്നിട്ടുണ്ട്. അവരെ ഞാനാണല്ലോ വിളിച്ചോണ്ട് പോയത്. ഞാൻ തന്നെ കൊണ്ടുവിടുന്നതാണല്ലോ ന്യായം. അവർക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ വീടല്ലേ ഇത്? രോഹി വാടാ, ഭവിതേ വാ. നീ ഒറ്റയ്ക്ക് എവിടെ ഉള്ളൂ അല്ലേ? അച്ഛനും കൃഷ്ണമോളും ഇപ്പൊ തന്നെ എത്തും. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പോയതാ. നീ എന്തെങ്കിലും ജോലി ചെയ്യായിരുന്നോ? ആണെങ്കിൽ പോയി ചെയ്തോ, ഞങ്ങളിവിടെ ഇരുന്നോളാം. കുടിക്കാൻ എന്തെങ്കിലും ചായ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും? ഒന്നും വേണ്ട. നിനക്ക് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. നിങ്ങൾ ഓരോരുത്തരും എന്റെ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കൊല്ലപ്പള്ളിക്ക് വന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ കാണുന്നത്. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ, കുറെ അബദ്ധങ്ങൾ കാണിച്ചു. വാസ്തവത്തില് നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളാ. ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടരുതേ എന്നാ എന്റെ പ്രാർത്ഥന. ഞാൻ ഒന്നും കൊണ്ടുപോകാൻ വന്നതല്ല, ആരും ഒന്നും തരണ്ട. എല്ലാരെയും ഒന്ന് കാണാൻ വലിയ കൊതിയുണ്ടായിരുന്നു. അത് ആരും ഇല്ലാത്തവളാണല്ലോ എന്നുള്ള വിഷമം കൊണ്ട് തോന്നിയതാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വന്നത് വലിയ തെറ്റായി പോയിന്ന്. ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ലല്ലോ. തിരിച്ചു പോകണ്ട, നിനക്ക് ആരുമില്ല എന്ന് വിചാരിക്കാൻ വേണ്ട. എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ കുറച്ച് സമയം. നിന്നോടൊരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത് മാത്രം. വൈജ ഡിവോഴ്സിൽ പോവാണെങ്കിൽ നീ കുറച്ചു നാളത്തേക്ക് ഒന്ന് മാറി. വേറൊന്നുമല്ല, ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ പൊയ്ക്കോളാം, പക്ഷെ അച്ഛൻ പറയാതെ എനിക്ക് പറ്റത്തില്ല. ഞങ്ങൾ ബാലേന്ദ്രനോട് സംസാരിക്കാം, പക്ഷെ നീയും കൂടെ മനസ്സ് വെക്കണം. ബാലേന്ദ്രൻ ഒരു വാശിയുണ്ട്, അയാളെ തുറപ്പിച്ചിട്ടാ നീ. പക്ഷെ അതിന്റെ അപ്പുറത്താണ് ഈ കുടുംബത്തിന് നിലനിൽപ്പ്, അതും കൂടെ നീ ഓർക്കണം. എല്ലാം അറിയാം അങ്കിൾ, പക്ഷെ അച്ഛന്റെ സമ്മതമില്ലാതെ ഞാൻ ചെയ്യില്ല. നിന്റെ അച്ഛനല്ലല്ലോ അയാള്. പക്ഷെ എനിക്ക് എന്റെ അച്ഛനെക്കാളും അമ്മയെക്കാളും വലുതാ അച്ഛൻ. ഞാൻ ശരിക്കും ആരാണെന്ന് അറിഞ്ഞ ശേഷവും ഒരച്ഛന്റെ സ്നേഹം എനിക്ക് തന്നെയാണ്. അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചേനെ. നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്താ എന്നോട് ചെയ്തേന്ന്. അത് ഞങ്ങൾ അറിയാതെ. അതിനേക്കാൾ കൂടുതൽ എന്നോട് ശത്രുത കാണിക്കേണ്ട ആളല്ലേ അച്ഛൻ. നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. നിന്നോട് അയാൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ വൈജയ്ക്കെതിരെയുള്ള ആയുധമായിട്ടാണ് അയാളെ നിന്നെ കരുതിയിരിക്കുന്നത്, അതും കൂടെ നീ മനസ്സിലാക്കണം. അത് എനിക്കറിയാം അങ്കിളെ. പക്ഷെ 23 വർഷക്കാലം പറ്റിക്കപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ? ആ മനുഷ്യൻ തകർന്നുരുകി ഇല്ലാണ്ടായാ മതിയോ? മോളെ, മറുവശത്ത് നിന്റെ പെറ്റമ്മേ ബാലേന്ദ്രൻ പാതിജത്തെ എലിയെ പൂച്ചയിട്ട് കളിപ്പിക്കുന്ന മാതിരി വൈജയെ കളിപ്പിക്കുക. നിന്നെ വെച്ച് അവളോടുള്ള പക തീർക്കാണവൻ. അച്ഛൻ എന്ത് ചെയ്തു അതും കൂടി പറ. ഞാൻ അച്ഛന്റെ മോളാണെന്ന് പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റത്തില്ല എന്ന് വാശി പിടിച്ചു. അത്രയല്ലേ ഉള്ളൂ. അച്ഛന് ഈ കുടുംബം തകർന്നു പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ഇതെങ്ങനെയെങ്കിലും നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച അടക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം തള്ളി തകർത്ത് ചിതറിച്ച് നാനാവിധമാക്കിയത്. പക്ഷെ അച്ഛന് നീതി കിട്ടണം, അത് കൊടുക്കേണ്ട ആളും പിന്നെയും പിന്നെ അച്ഛനെതിരെ മത്സരിക്കോ? അച്ഛൻ തോറ്റു പോകത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത കുരുക്കായല്ലോ. ഇത് അഴിക്കാൻ എന്താ ഒരു വഴി? അച്ഛനാകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഞാൻ മറുവശത്തുള്ള ആൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസാ. എന്നെ ഇവിടുന്ന് അടിച്ചോടിക്കണമെന്ന് വാശി ഉപേക്ഷിക്കാം. അച്ഛനോട് കുറച്ച് സ്നേഹത്തിലും അനുസരണയിലും പെരുമാറാം. ഞാൻ ഇത്രയും കാലം ചതിച്ച മനുഷ്യനാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരല്പം ക്ഷമയും വിധേയത്വവും കാണിക്കാം. അച്ഛൻ പതിയെ തണുത്തോളും. ഇത് കൊല്ലപ്പള്ളിക്കാരുടെ കാറല്ല അച്ഛാ? വെട്ടുകിളികളെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അലീന ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അത് അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളൂ. അവരിപ്പോ സ്വന്തക്കാരല്ലേ, ഞാനല്ലേ അനിയൻ. ആണോ? പറഞ്ഞതേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവക്ക് ആരൊക്കെയുണ്ട് മോളെ കൊല്ലപ്പള്ളി? രാജീവങ്ങളും ശിവനങ്ങളും പിന്നെ ബബിതേ രോഹിത്തും വന്നിട്ടുണ്ട്. ആഹാ, അവരിത്ര വേഗം തിരിച്ചു പോന്നോ? കമലഘട്ടത്തേക്ക് ഒരു അവസരം കൊടുത്തില്ല, മോശമായി. അമ്മയെ കണ്ടോടി മോളെ?
കണ്ടു. എങ്ങനെ ഇരിക്കുന്നു? കിടന്ന കിടപ്പ് തന്നെ. ഒന്ന് തിരിയണമെങ്കിൽ ആരെങ്കിലും പിടിച്ചിരുത്തണം. ആരുണ്ട് അവിടെ? സുലോചന ആന്റി. ആ അളിയമാര് വന്നിട്ട് കുറെ നേരമായോ? അരമുക്കാൽ മണിക്കൂറായി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ശത്രുവാണെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കറിയാം. ഇതുവരെയുള്ള ഡീറ്റെയിൽഡ് ബില്ല് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടി 8 ലക്ഷം രൂപ കഴിഞ്ഞു. ഇതെന്തിനാ എന്റെ കയ്യിലോട്ട് വന്ന്? റീഫണ്ട് ചെയ്യണം. 8,00,000 രൂപയാ. വായിച്ചു നോക്കിയേ. നിന്റെ ഭാര്യ നീ ചികിത്സിച്ച ബില്ല് ഞാൻ എന്തിനു തരണം? അതോ അത് ഞാൻ പറഞ്ഞുതരാം. വൈജയ് എന്നെയും മക്കളെയും ഈ വീട് ഉപേക്ഷിച്ച് അർദ്ധരാത്രി നേരത്തെ കാറും എടുത്തോണ്ട് പോയപ്പോഴാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അതായത് അപകടം നടക്കുന്ന സമയത്ത് വൈജയ് എന്റെ ഭാര്യയല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. പിന്നെ കടപ്പാടൂർ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ ആണ്. അതിൽ 7 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ആക്സിഡന്റ് നടന്നത്. കാര്യം മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. വൈജയ് അന്ന് രാത്രി കൊല്ലപ്പള്ളിക്കാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലായോ? അത് ശരിയാണ്. മൊത്തം 11 കിലോമീറ്റർ, 7 കിലോമീറ്റർ ദൂരമായപ്പോഴേക്കും വൈജ കടപ്പാട്ടൂർ സർക്കിളിന് പുറത്തായി. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലം. അതിനർത്ഥം അവിടെ കൊല്ലപ്പള്ളി കൈതക്കൽ സർക്കിളിൽ പ്രവേശിച്ചു. നിങ്ങളുടെ സർക്കിളിൽ വെച്ച് എന്ന് പറയുമ്പോ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം. ഇതെന്നാ വരട്ടുവാദമാ ബാലേന്ദ്ര? ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല ഇമാര് വർത്തമാനം. എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലല്ലോ ഇവിടെ നടക്കും. എടോ വൈജ എന്നോട് ശത്രുത പ്രഖ്യാപിച്ചിട്ടാ വീട് വിട്ടു. അതും രാത്രി 1:30 മണിക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവള് ബന്ധം പിരിയാൻ വേണ്ടി നേരെ ഫാമിലി കോർട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ അവളെ എന്റെ പണം മുടക്കി ചികിത്സിക്കുന്നതിൽ എന്താണ്? എന്റെ ശത്രുവിനെ സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കണേ. ചിന്തിച്ചോക്ക്, എന്തൊരു വിരോധാഭാസമാണ്. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഈ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരും. ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. എന്താ ഉറപ്പ്? ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതിയോ? പ്രസവിച്ച പെങ്ങളെ വല്ലവന്റെയും തലയെ കെട്ടിവെക്കാൻ മടിക്കാത്തവന്മാരുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ബാലേന്ദ്ര, നില മറന്ന് സംസാരിക്കരുത്. എവിടെ നില പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ സത്യമല്ലേ പറഞ്ഞു. നിങ്ങളുടെ കാര്യം ഒരു 500 രൂപയുടെ മുദ്രപത്രം വാങ്ങിച്ച് അതിനെ വൈജയെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് വാങ്ങിച്ചോണ്ട് പോവാ. ഞാൻ വൈജയെ എന്റെ തന്നിഷ്ടവും അഹങ്കാരവും ഭർത്താവിനോടുള്ള തെറ്റിദ്ധാരണകളും ഹേതുവായി അർദ്ധരാത്രി വീട് വിട്ടിറങ്ങുകയും കാറോടിച്ചു പോവുകയും അപകടത്തിൽപ്പെടുകയും എന്റെ ഭർത്താവിന്റെ ചെലവിൽ ഹോസ്പിറ്റൽ ചെലവുകൾ മുഴുവൻ നടത്തുകയും ചെയ്തിട്ടുള്ളതാകയാൽ ബാലേന്ദ്ര, നിക്ക്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ വൈജയന്തി ചികിത്സ തീർന്ന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ എന്റെ ഭർത്താവിന്റെ വീടായ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തിരിച്ചെത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടർന്നും ജീവിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ വാഗ്ദാനം ചെയ്തു കൊള്ളുന്നു. ഇനി ഇത്തരം തെറ്റുകളും പ്രവൃത്തികളും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല എന്നുകൂടി ഈ എഗ്രിമെന്റ് മുഖേന വ്യവസ്ഥ ചെയ്തു കൊടുത്തു. ഇത്ര എഴുതി ഒപ്പിട്ടെന്നാ മതി. ഞാനെല്ലാ വെല്ലും അടച്ചേക്കാം. നിങ്ങളൊരു പൈസ പോലും തരണം. വൈജ എങ്ങനെ എഴുതി ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, എനിക്ക് ക്യാഷ് കിട്ടിയാൽ മതി. എന്റെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കും. വൈജയെ നിങ്ങൾ എടുത്തോ, അതല്ലേ ന്യായം. ഞങ്ങളിത് എങ്ങനെയെങ്കിലും ഒരു കരക്ക് അടുപ്പിക്കാൻ വേണ്ടി വന്നു. നീ അത് പിന്നെ വഷളാക്കുകയാണോ ബാലേന്ദ്ര? ഒരു കാര്യം വിട്ടുപോയി. ബൈസ്റ്റാൻഡർമാരായിട്ട് നിന്നതായി എന്റെ വീട്ടിൽ നിന്നുള്ളവരെ രാത്രിയും പകലും മാറി മാറി ദിവസം 2000 രൂപ വെച്ചെങ്കിലും കൊടുക്കും. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ റിസ്ക്കാ. 24 മണിക്കൂറിൽ 3 ഒരു 50,000 രൂപയെങ്കിലും ഓർക്ക് കൊടുക്കും. ആങ്ങളുടെ ഭാര്യയാണല്ലോ എന്ന് വിചാരിച്ചാ അവർ ഉറക്കൊഴിച്ചു. ശത്രുവാണെന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. ബാലേന്ദ്ര, നീ ഇങ്ങനത്തെ കണക്കൊന്നും ഒരു കാര്യം, എന്റെ ബുദ്ധിമുട്ടുകളും പെട്രോൾ ചെലവുകളും ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് കൂടി ഓർക്കണം. ആ അവസ്ഥയിൽ ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുകയും ചെയ്ത് എനിക്കൊരു ഫീസ് വേണ്ടേ? നിന്റെ ഭാര്യ നീ ചികിത്സിച്ചതിന്റെ കണക്ക് പറയാ നീ അല്ലേ? ശരി, ഞങ്ങൾ ക്യാഷ് വന്നേക്കാം. ഇന്ന് തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. വളരെ നല്ല. ഇന്ന് തന്നെ ഇടണം. എന്റെ ഭാര്യയെ ചികിത്സിച്ച പൈസ ആണെങ്കിൽ അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ എന്റെ വീട്ടിൽ വരും. അപ്പൊ തന്നെ ഞാൻ ആ ക്യാഷ് റീഫണ്ട് ചെയ്യും. അതല്ല, അവള് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കൊല്ലപ്പള്ളിക്ക് വരികയോ വാടക വീട്ടിൽ താമസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയെ ചികിത്സിച്ച പൈസയാ. ഞാനത് അങ്ങനെ തന്നെ വരവോയി. അതുകൊണ്ട് തികയോ നിനക്ക്? നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോന് എല്ലാം തികഞ്ഞവൻ തന്നെയായിരുന്നു. കൈതക്കൽ മാളിക വീട്ടിലുള്ളവരെക്കാൾ ഒരു പടി മുകളിലെത്തിയതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലെ കല്യാണം ആലോചിച്ചു വന്നത്. രോഷവും അമർഷവും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയും. നിന്റെ കഴിവും ആരോഗ്യവും ബുദ്ധിയും പണവും മുഴുവനായും ഒരു പെണ്ണിന്റെ അഹന്തയോട് മല്ലിട്ട് പാഴാക്കി കളയരുത്. ഈ വീട്ടില് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. കൈവീശി തന്നെ ചെയ്യട്ടെന്നോ തരിക വേണ്ടത്.